ഇനി സൂപ്പർ പീസ് നിൽക്കുന്നത് കോഴഞ്ചേരിയിലെ അലക്സാണ്ടർ സാറിൻ്റെ വീട്ടിലാണ്. ഏതാണ്ട് 12 കിലോവാട്ടിൻ്റെ ലൂമൻസിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റവും വീടിൻ്റെ ഇൻസൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബ്ലൂ സ്റ്റാറിൻ്റെ 4 AC യും വീടിൻ്റെ ഔട്ട്സൈഡിലോട്ട് പോകുമ്പോൾ 24 അവേഴ്സ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗവയുടെ 8 ബുള്ളറ്റ് ക്യാമറയും വീടിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറെ വെൽക്കം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഓട്ടോമാറ്റിക് ഗേറ്റുമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വർക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോകുക. ലൂമൻസിൻ്റെ 12 കിലോവാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഈ റൂമിനകത്താണ് സേഫ്റ്റി ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫുൾ അറേഞ്ച്മെൻറ്റ് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ലൂമൻസിൻ്റെ 12 കിലോവാട്ടിൻ്റെ ഓഫ് ഗ്രിഡിൻ്റെ ഇൻവെർട്ടറാണ് ഇരിക്കുന്നത്. ഏതാണ്ട് 10 ബാറ്ററിയോളം നമ്മളിവിടെ ഇതിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സേഫ്റ്റി ആയിട്ട് റൂമിനകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 5 വർഷത്തോളം റീപ്ലേസ് വരുന്ന ബാറ്ററിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഈസി ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാനലും കാര്യങ്ങളും എല്ലാം മേളിലാണ് വെച്ചിരിക്കുന്നത്. 12 കിലോവാട്ട് ഓഫ് ഗ്രിഡിൻ്റെ കൂടെ നമ്മൾ 550ൻ്റെ ലൂമിനസിൻ്റെ ആഫ്റ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 16 പാനലുകൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 25 വർഷത്തോളം നമുക്ക് വാറണ്ടി വരുന്ന പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുന്നുണ്ടെങ്കിലും കസ്റ്റമർ കാണുന്നുണ്ടെങ്കിലും സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാനൽ മൊത്തം നമ്മൾ സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നത്. വീടിൻ്റെ ഇൻസൈഡിലോട്ട് വരുമ്പം കൂളിംഗ് ഒരു മെയിൻ ഘടകമാണ്. കസ്റ്റമർ ഒരിക്കലും കൂളിങ്ങിൻ്റെ കാര്യങ്ങൾ പോലും കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ബ്ലൂ സ്റ്റാറിൻ്റെ AC ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 4 ACയോളം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റമർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. വീടിൻ്റെ ഔട്ട്സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 24 അവേഴ്സ് റെക്കോർഡ് ചെയ്യുന്ന ദൗവയുടെ ബ്രാൻഡ് ക്യാമറകളാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 6 ബുള്ളറ്റ് ക്യാമറയും 2 PT3 ക്യാമറയാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന ക്ലയൻറ്റിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള PT3 ക്യാമറകളാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവനാണ് ദൗവയുടെ PT3 ക്യാമറ. ഞങ്ങൾ ഇവനെ ചെല്ലപ്പേരായിട്ട് വിളിക്കുന്ന IG എന്നാണ് വിളിക്കുന്നത്. കാരണം വിളിക്കാനുള്ള മെയിൻ കാരണം ഇവൻ ഇവിടെ വരുന്ന പല ആൾക്കാരെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറയാണ്. 100 മീറ്ററോളം ഡിസ്റ്റൻസിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് സൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അതുകൊണ്ട് കസ്റ്റമർ ആ ഒരു കാര്യങ്ങൾക്ക് പോലും കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമറ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവനാണ് ഡ്യുവൽ ഇല്യൂമിനേറ്റർ ക്യാമറ ദൗവയുടെ. ഇവൻ 2 സ്വഭാവമാണുള്ളത്. കാരണം ആൾക്കാർ വരുന്നതനുസരിച്ച് മാത്രം ഇവൻ കളർ ആകുകയും അല്ലാത്ത സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ആണ് നിൽക്കുന്നിരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവനെ വിളിക്കുന്ന പേര് സർക്കിൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇവനൊരു തനി സ്വഭാവം കാണിക്കാറുള്ളൂ. നമ്മൾ ദൗവയുടെ IP ക്യാമറയാണ് ഇവിടെ വെച്ചേക്കുന്നത്. PT3 100 മീറ്റർ ഡിസ്റ്റൻസ് ലോങ് സൂമിങ് വരുന്ന ക്യാമറയാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 4 MB ക്യാമറയാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൂമിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ ഇവിടെ ഒരു നോട്ട് വെച്ചിട്ടുണ്ട്. ആ നോട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഒന്ന് സൂം ചെയ്തെടുക്കുവാണ്. ഈ ക്യാമറയുടെ കപ്പാസിറ്റി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രമാത്രം സൂം ചെയ്ത് നമുക്ക് കിട്ടും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നമ്മളവിടെ ഒരു നോട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ആ നോട്ട് നമ്മൾ ഫുള്ളായിട്ട് സൂം ചെയ്തെടുക്കുവാണ്. ഇതാണ് എൻ്റെ സൂമിങ് കപ്പാസിറ്റി. കാരണം അത്രയും 100 മീറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത്രയും ലോങ് ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. PT3 ക്യാമറയാണ് ദൗവയുടെ PT3 എന്ന് പറയുന്ന മോഡൽ. കസ്റ്റമറുടെ റെക്കമെൻഡ് പ്രകാരം ഈ ക്യാമറ നമ്മൾ ആ രീതിക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കസ്റ്റമർ നിർബന്ധമായിട്ട് റെക്കമെൻഡായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് എനിക്ക് ഈ കോമ്പൗണ്ട് ഫുള്ള് സൂം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണം, അങ്ങനത്തെ ക്യാമറയാണ് വേണ്ടത്. ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം നമുക്കിവിടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട് 8 ക്യാമറ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ തന്നെ ബാക്ക് സൈഡിൽ നമ്മളൊരു PT3 ക്യാമറ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൂം ഔട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ എത്രമാത്രം സൂമിങ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സൂം ഔട്ടോട് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൂം ഔട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ ലോങ് ഈ മൂലയ്ക്ക് ഇരിക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ അത്രയും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്യാമറയാണിത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും നമ്മളൊരു PT3 ക്യാമറ വെച്ചിട്ടുണ്ട്. അതും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു ക്യാമറയാണ്. അതും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെങ്കിൽ തിരിക്കാം. 360 ഡിഗ്രി നമുക്ക് വരുന്ന ക്യാമറയാണ്. ഇതിപ്പോൾ അപ്പുറത്തൊരു കോമ്പൗണ്ടാണ്. അപ്പുറത്തൊരു കോമ്പൗണ്ട് നമ്മൾ സൂം ചെയ്യുവാണ്. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും കാണിക്കാം. നമ്മൾ ഇത്രയും പോർഷനാണ് ഇപ്പോൾ സൂം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, അവിടെ ഒരു 100-200 മീറ്റർ ഡിസ്റ്റൻസ് നിൽക്കുന്നൊരു ഗേറ്റാണ്. അപ്പോൾ ആ ഒരു ഗേറ്റ് പോലും നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്യാമറ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കോമ്പൗണ്ട് മാത്രമാണ് തൽക്കാലം വെച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ ക്യാമറയുടെ സൂമിങ് കപ്പാസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂം ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇപ്പോൾ സൂം ഔട്ട് കാണിക്കാം. എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഈ ക്യാമറ കൂടെ തന്നെ കാണാൻ പറ്റുന്നതാണിത്. ഇതാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്യാമറ. നമ്മുടെ കോമ്പൗണ്ട് മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറ.
നമ്മൾ ബാക്കി ഇവിടെ വെച്ചേക്കുന്നത് ഡ്യുവൽ ഇലുമിനേറ്റർ ക്യാമറയാണ് വെച്ചേക്കുന്നത്. അതും 4MP തന്നെ വെച്ചേക്കുന്നത്, IP ക്യാമറയാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നൈറ്റ് സമയത്ത് IR-ലും നമ്മൾ ഇത്രയും നമ്മുടെ ക്യാമറയ്ക്ക് ഓരോ ഡ്രോ ചെയ്തിട്ടുണ്ട്, ഓരോ പോർഷൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ആ ഡ്രോയ്ക്ക് ഇതിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അത് കളറായിട്ടും സെൻസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിന് രണ്ട് സ്വഭാവമുള്ള രീതിയിലുള്ള ക്യാമറ എന്ന് പറയാനുള്ള, രണ്ട് കാറ്റഗറി വരുന്ന ക്യാമറ എന്ന് പറയാനുള്ള മെയിൻ കാരണം. നൈറ്റ് വിഷൻ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം നമുക്ക് കളറായിട്ടും, അല്ലാത്ത സമയങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഏതാണ്ട് 4 ടോട്ടൽ 6 ക്യാമറകൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ബ്ലൈൻഡ് സ്പോട്ട് പോലും ഇല്ലാത്ത രീതിയിലാണ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 3 തവണയോളം ഡേയും നൈറ്റും ഡെമോ കാണിച്ച് വർക്ക് ചെയ്ത് കസ്റ്റമറെ കൺവിൻസ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ ക്യാമറ സെലക്ട് ചെയ്തതും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തതും. അതുകൊണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ചോദിച്ചാൽ ഡെമോ കാണിച്ച് വർക്ക് എടുക്കുന്ന ഏക സ്ഥാപനം സൂപ്പർബീസ് തന്നെയാണ്. ഈ സൈഡിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഗേറ്റാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കസ്റ്റമറെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ Inverter എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓട്ടോമാറ്റിക് ഗേറ്റാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 വർഷത്തോളം നമുക്ക് വാറണ്ടി വരുന്ന, സർവീസ് വാറണ്ടി വരുന്ന മോട്ടറാണ് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 600 കിലോയോളം വെയിറ്റ് താങ്ങി അല്ലെങ്കിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോട്ടറാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ Inverterൻ്റെ മൊഡ്യൂൾ കൺട്രോൾ വരുന്നത് നമ്മുടെ ഈ ഗേറ്റിൻ്റെ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻസ് ഉള്ള മൊഡ്യൂളും കൂടാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു ടെൻഷനും കൂടാതെ നമുക്ക് പുറത്ത് ഓപ്പണായിട്ട് തന്നെ വെക്കാൻ പറ്റും. 2 വർഷത്തെ വാറണ്ടിയാണ് ഇതിന് വരുന്നത്. 2 വർഷത്തെ ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 600 കിലോയോളം ഗേറ്റിൻ്റെ കപ്പാസിറ്റി താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മോട്ടറാണ് നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ ഒരു ലോങ് ടൈമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു മോഡലും കൂടാണ്. അതുകൊണ്ട് ഇവിടെ തൊട്ടിട്ടാണ് നമ്മുടെ സൂപ്പർബീസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ആകുന്നത്. കസ്റ്റമറെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഓട്ടോമാറ്റിക് ഗേറ്റും, വീടിൻ്റെ കയറി കഴിഞ്ഞാൽ കസ്റ്റമറെ വീക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന CCTV ക്യാമറയും, വീടിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ കൂളിംഗ് എഫിഷ്യൻസി നിലനിർത്താൻ വേണ്ടി ബൂസ്റ്റാർ ഡേസിയും, വീട്ടിലെ കറണ്ടുകളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലൂമിനസിൻ്റെ 12 കിലോവാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റവും ആണ് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 100% കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. ഓൾറെഡി തന്നെ ജോലി സംബന്ധമായിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി സാർ ബാങ്കിങ് ബേസിൽ വർക്കിന് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാത്തത്. നമ്മുടെ പുതിയ സൈറ്റായ കുളനടയിൽ 10 AC, 8 കിലോവാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ഗേറ്റ്, VDP അങ്ങനെ നിരവധി വർക്കുകളായിട്ട് അടുത്തൊരു വീഡിയോയിലൊക്കെ നമുക്ക് കാണുന്നവരേക്കും ബൈ.